ഹായ് കൂട്ടുകാരെ, എല്ലാവരും കഥ കേൾക്കാൻ റെഡിയല്ലേ? ഇന്നത്തെ കഥയുടെ പേരാണ് തോണി. ഇവിടെ ഒരു കാട്ടിൽ 5 കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു വണ്ട്, ഒരു ഉറുമ്പ്, ഒരു ചുണ്ടനെലി, ഒരു കുഞ്ഞിക്കോഴി, ഒരു തവള. ഇവർ 5 പേരും കൂടെ ഒരു ദിവസം നടക്കാനിറങ്ങി. നടക്കാൻ പോയപ്പോൾ അവരൊരു പുഴ കണ്ടു. ഇനി പുഴ കടക്കണ്ടേ അവർ വിചാരിച്ചു. അപ്പോഴേക്കും അതാ അവരുടെ കൂട്ടത്തിലെ തവള വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. അവരെല്ലാവരും അത്ഭുതത്തോടെ തവളയോട് ചോദിച്ചു, നീ എന്താണ് ഈ കാണിക്കുന്നത്? വെള്ളത്തിലേക്ക് ചാടുന്നു. തവള പറഞ്ഞു, എനിക്ക് നീന്താനറിയാം. എനിക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് പറ്റില്ലേ? അയ്യേ, അതെന്താ? ഞാൻ ഇപ്പോൾ തന്നെ വെള്ളം നീന്തിക്കടന്ന് അക്കരെ എത്തും. നിങ്ങൾ എങ്ങനെ എത്തും? അവൻ കൂട്ടുകാരെ കളിയാക്കി. ശരിയാണോ അവൻ ചെയ്തത്? അല്ല, അവൻ പിന്നെയും കളിയാക്കി. ഞാൻ ദേ നീന്തി പോവുകയാണ് കേട്ടോ. ഒന്ന് കുളിച്ചിട്ടാവാം നീന്തൽ. നിങ്ങൾ പതിയെ ആലോചിക്കൂ. അവൻ വീണ്ടും കളിയാക്കി. കൂട്ടുകാർക്ക് സങ്കടമായി. അവർ തമ്മിൽ ആലോചിച്ചു, ഇനി എന്തു ചെയ്യും? നമ്മൾ എങ്ങനെ അക്കരെ കടക്കും? പെട്ടെന്ന് അവർക്കൊരു സൂത്രം തോന്നി. നോക്കിക്കേ, കുഞ്ഞിക്കോഴി ഓടിച്ചെന്ന് ഒരു ഇല കൊണ്ടുവന്നു. പിന്നെയോ ഉറുമ്പ് ഓടിച്ചെന്ന് നീളമുള്ള ഒരു വൈക്കോൽ കഷ്ണം കൊണ്ടുവന്നു. നമ്മുടെ വണ്ട് വളരെ നീളമുള്ള ഒരു നൂൽ കഷ്ണം കൊണ്ടുവന്നു. ചുണ്ടലി ഒരു മാങ്ങാണ്ടിയുടെ തോട് കൊണ്ടുവന്നു. ഇവർ പിന്നെ എന്തു ചെയ്യും ഇതെല്ലാം കൊണ്ട്? കണ്ടോ, നോക്കിക്കേ, എല്ലാവരും പണിയെടുത്തു തുടങ്ങി. വൈക്കോൽ കഷ്ണം തോടിനുള്ളിൽ കുത്തി നിർത്തി. അതിനു മുകളിൽ നൂലുകൊണ്ട് ഇല വെച്ചു കെട്ടി. ഞൊടിയിടയിൽ വളരെ അഴകുള്ളൊരു കൊച്ചു തോണി അവരുണ്ടാക്കി. അത് തള്ളി അവർ വെള്ളത്തിലിറക്കിയിട്ടോ ഓരോരുത്തരായി തോണിയിൽ കയറിയിരുന്നു. പതുക്കെ തുഴയാൻ തുടങ്ങി. ആഹാ, അവർ വഞ്ചിയിൽ ഇപ്പോൾ അക്കരെ കടക്കുകയാണ്. ആഹാ, തവളച്ചാർ ആദ്യം ഇതൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നീട് അവൻ നോക്കിയപ്പോഴുണ്ടല്ലോ, നമ്മുടെ കൂട്ടുകാർ പതുക്കെ തുഴഞ്ഞ് അക്കരെ എത്താറായിരുന്നു. അവൻ ചമ്മിപ്പോയി. തവളച്ചാർ വിചാരിച്ചു, ഇത് കഷ്ടമായി പോയല്ലോ. ഇവരുടെ കൂടെ ഇരുന്നെങ്കിൽ എനിക്കും തോണി ഉണ്ടാക്കുന്നത് കാണാമായിരുന്നു, എനിക്കും കൂടാമായിരുന്നു. ഞാൻ അവരെ പറ്റിച്ചത് ശരിയായില്ല. തവളച്ചാർ വിചാരിച്ചു. ശരിയല്ലേ, കൂട്ടുകാരെ പറ്റിച്ച് നേരത്തെ നീന്തി പോകുന്നത് ശരിയായോ? തവളച്ചാർ ചെയ്തത് ഒട്ടും ശരിയായില്ല അല്ലേ കൂട്ടുകാരെ? കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ? കൂട്ടുകാർക്ക് എങ്ങനത്തെ കഥയാണ് ഇഷ്ടം? എന്നോട് പറയണേ. ഈ കഥയിൽ എന്തൊക്കെയാണ് കൂട്ടുകാർക്ക് മനസ്സിലായത്? പറയണേ.